എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ ടാൻജൻസ് എന്ന് പറഞ്ഞാൽ തൊടുവരകൾ. സർക്കിൾ അല്ലെ, വൃത്തവുമായി ബന്ധപ്പെട്ട് പല വരകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പൊ നമുക്കറിയാം, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരത്തെ നമ്മൾ എന്താണ് പറയുക? റേഡിയസ് എന്ന് പറയും അല്ലെ, ആരം എന്ന് പറയും. ഇനി വ്യാസം എന്ന് പറഞ്ഞാലോ, അതായത് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലൈനാണ് അല്ലെ. പക്ഷെ അത് ഏതിലൂടെ കടന്നു പോകണം? അത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകണം അല്ലെ. അപ്പൊ അത് ഇങ്ങനെയാവാം, അല്ലെങ്കിൽ ഇങ്ങനെയാവാം അല്ലെ. അതായത് വൃത്ത കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ആ വരയെയാണ് നാം എന്ത് പറയാ? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയാം അല്ലെ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ, ഇങ്ങനെ ഞാനൊരു വര വരച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ അത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നില്ല അല്ലെ. അതിന് നാം മറ്റൊരു പേര് പറയുമല്ലോ. എന്താണ് അതിന് പറയാ? കോഡ് എന്ന് പറയും അല്ലെ, ഞാൻ എന്ന് പറയും അല്ലെ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ഇപ്പിച്ച് കിട്ടുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലെ. പക്ഷെ അതെന്താണ്? വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകില്ല. അപ്പൊ അത് വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നാം അതിനെന്ത് പറയും? ഡയമീറ്റർ എന്ന് പറയും അല്ലെ. അതായത് ഏറ്റവും വലിയ ഞാനാണ് ഡയമീറ്റർ അല്ലെ. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നാം പഠിക്കാൻ പോകുന്നത് ടാൻജന്റ്. എന്താണ് ടാൻജന്റ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഈ ചിത്രത്തിൽ ഈ സർക്കിൾ ഞാൻ നോക്കിയാൽ ഒരു എന്ത് വരച്ചിട്ടുണ്ട്? ഒരു ഡയമീറ്റർ വരച്ചിട്ടുണ്ട് അല്ലെ. ഇതിന്റെ വ്യാസമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് ഞാൻ പേര് കൊടുത്തു, എ ബി എന്ന് പേര് കൊടുത്തു. എ ബി ഇത് സർക്കിളിന്റെ എന്താണ്? വ്യാസമാണ് അല്ലെ, അതായത് ഡയമീറ്റർ. ഇനി ഞാൻ ഈ ഡയമീറ്ററിനെ കുറച്ചുകൂടി രണ്ട് സൈഡിലേക്ക് കുറച്ചും കൂടി നീട്ടുന്നു. ഇപ്പൊ നോക്കിയാൽ പേയിൽ നിന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീട്ടി, ബിയിൽ നിന്ന് ഇങ്ങോട്ട് നീട്ടി അല്ലെ. ഇത് സ്ട്രൈറ്റ് ലൈൻ തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എ എന്ന പോയിന്റിന് ഒരു മാറ്റവും വരുത്തുന്നില്ല. എന്നിട്ട് എന്താക്കുന്നു? ഈ ബി എന്ന പോയിന്റ് ഞാൻ കുറച്ചും കൂടെ അടുപ്പിക്കുകയാണ്, അതായത് എയോട് അടുപ്പിക്കുന്നു അല്ലെ. അപ്പൊ ബി എന്ന പോയിന്റ് ഇതിന് പകരം ഞാൻ ഇപ്പൊ ഇവിടെ കൊടുക്കാന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെ വരച്ചാൽ എന്തായിരിക്കും? ഈ ബി എന്ന പോയിന്റ് ഇപ്പൊ ഇവിടെയായി അല്ലെ. എക്ക് ഒരു മാറ്റവും ഇല്ല, ഇതേ പോയിന്റ് തന്നെ. ഇനി ഞാൻ ബി എന്ന പോയിന്റ് കുറച്ചും കൂടി അടുപ്പിക്കുകയാണ് ഇങ്ങോട്ട്. ഇപ്പൊ നോക്കിയേ, ബി കുറച്ചും കൂടി ഇങ്ങോട്ട് അടുത്തു അല്ലെ. ഇവിടെ എടുക്കുന്ന ബി ഇങ്ങനെ അടുത്ത് ഇവിടം വരെ എത്തി. ഇനി ഞാൻ കുറച്ചും കൂടി അടുപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി അടുപ്പിച്ചു അല്ലെ. ഇപ്പൊ നോക്കിയേ, ഈ ബി എന്ന പോയിന്റ് അടുത്തടുത്ത് ഒന്ന് എയുടെ അടുത്ത തറയല്ലേ. ഇനി ഞാൻ കുറച്ചും കൂടി അടുപ്പിക്കുന്നു. ഇപ്പൊ നോക്കിയേ, ഈ പോയിന്റ് ഈ ഇവിടെ കിടന്ന പോയിന്റ് ഇവിടെ വരെ എത്തി അല്ലേ. ഓക്കെ, ഇനി ഞാൻ കുറച്ചുകൂടി അടുപ്പിക്കുന്നു. ഇപ്പൊ എന്തായി മാറി? അടുത്തടുത്ത് വന്ന് അവസാനം ഈ ബി എന്ന ഈ എ എന്ന പോയിന്റിന്റെ ഒപ്പം എത്തി ബി അല്ലേ. അതായത് ഇവിടെ നോക്കിയേ, എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും ഒരൊറ്റ പോയിന്റായി മാറി അല്ലേ. അപ്പൊ ആദ്യത്തെ വരകൾ നോക്കിയ, ആദ്യത്തെ വരകൾ ഈ സർക്കിളിനെ രണ്ട് ഭാഗത്ത് കട്ട് ചെയ്തിരുന്നില്ലേ. ഇങ്ങോട്ട് വരച്ചപ്പോഴും രണ്ട് ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് നീക്കിയപ്പോഴും രണ്ട് ഭാഗത്ത് കട്ട് ചെയ്തു, ഇങ്ങോട്ട് നീക്കിയപ്പോഴും രണ്ട് ഭാഗത്ത് കട്ട് ചെയ്തു അല്ലെ. ഇങ്ങോട്ട് നീക്കിയപ്പോഴും രണ്ട് ഭാഗത്ത് കട്ട് ചെയ്തു. പക്ഷെ ഇങ്ങോട്ട് നീക്കിയപ്പോഴോ എവിടെയും കട്ട് ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ഈ ലൈൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നു അല്ലെ. ഈ സർക്കിളിനെ നമ്മൾക്ക് ഒരു പണിയുണ്ട് അല്ലെ. ഇപ്പൊ മൂന്നാല് നമ്മുടെ ഫ്രണ്ട്സ് വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്പുറത്ത് കൂടി പോയിട്ട് പിന്നീന്ന് ഒരു തോണ്ടം അങ്ങോട്ട് തോണ്ടും അല്ലെ. എന്നിട്ട് അറിയാത്ത പോലെ അങ്ങോട്ട് പോകും. അതുപോലെ ഇവിടെ ഈ ലൈൻ എന്ത് ചെയ്തു? ഈ സർക്കിളിനെ ഇവിടെ കയറിയിട്ട് കഷ്ണങ്ങളാക്കാൻ ഒന്നും നിന്നില്ല. ജസ്റ്റ് ഇതിലെ പോണ വഴിക്ക് സർക്കിളിനൊന്ന് തോണ്ടിയിട്ട് ഇതേ പോകണം, അത് അതിന്റെ വഴിക്ക് പോകുന്നു അല്ലെ. ഇതിനെയാണ് നാം എന്ത് പറയാ? ടാൻജന്റ് എന്ന് പറയാ. അപ്പൊ തോണ്ടിപ്പോണ ആളല്ല ടാൻജന്റ് എന്ന് പറയാ. അതായത് സർക്കിളിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട്, കണ്ട, ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് പോകുന്ന ഈ ലൈനെയാണ് നാം എന്ത് പറയുക? ടാൻജന്റ് എന്ന് പറയുക. അപ്പൊ ഈ ടാൻജന്റ് വൃത്തത്തെ യാതൊരു വിധത്തിൽ ഉപദ്രവിക്കുന്നില്ല, രണ്ട് കഷ്ണാക്കാനൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വേഗം പോകുന്നു. ഇതാണ് ടാൻജന്റ്. ഇനി നാം പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആയ ഒരു പോയിന്റാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരും. ഇവിടെ നോക്കിയേ, നമ്മൾ ആദ്യം വരച്ചെന്താണ്? ഒരു വൃത്തത്തിന്റെ, ഇപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ ഇത് വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ് അല്ലെ, വ്യാസമാണിത് അല്ലെ. ഈ വ്യാസവും ഈ ടാൻജന്റും നമ്മളിപ്പോ ടാൻജന്റ് വരച്ചല്ലോ, ഇവ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ നിങ്ങൾ തൽക്കാലം ഈ ബന്ധം മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? അവ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണിത്, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ടാൻജന്റും അല്ലെ, ടാൻജന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലെ. അതായത് ഇപ്പൊ ഇങ്ങനെ വരയ്ക്കാം, അതായത് വൃത്തത്തിന്റെ ഇപ്പൊ ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല, കുത്തനെ തന്നെ വരയ്ക്കണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടാൻജന്റ് വരയ്ക്കാം അല്ലെ. എന്ത് മതി? വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിനെ ടച്ച് ചെയ്ത് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ടാൻജന്റ് ആയി, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ ആ പോയിന്റ് അല്ലെ, ആ ടച്ച് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റ് ഉൾപ്പെടുന്ന ആ ഡയമീറ്റർ, മനസ്സിലായില്ലേ. അതായത് ഇപ്പൊ ഇങ്ങനെയാണ് ഈ ടാൻജന്റ് പോകുന്ന വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഉൾപ്പെടുന്ന ഡയമീറ്റർ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ അതും ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതാണ് ടാൻജന്റ്, ഇത് എന്താണ്? വൃത്തത്തിന്റെ
ഡയമീറ്റർ അല്ലേ, വ്യാസം. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. മനസ്സിലായല്ലോ? അപ്പോൾ വ്യാസം 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആരം അല്ലെ, റേഡിയസ് 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ നോക്കിയാൽ ഇതിപ്പോൾ റേഡിയസ് അല്ലേ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും ഭാഗം 90 ഡിഗ്രി തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് ടാൻജന്റ് എന്ന് പറഞ്ഞു അല്ലേ, അതായത് വൃത്തത്തിന്റെ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു പോകുന്ന വരയാണ് നമ്മൾ എന്ത് പറയുക? ടാൻജന്റ് എന്ന് പറയുക. പിന്നെ പറഞ്ഞെന്താണ്? ടാൻജന്റ് കടന്നു പോകുന്ന ആ പോയിന്റ് അല്ലേ, ഇപ്പോൾ ഈ പോയിന്റാണ് ഇവിടെ, അതും ആ പോയിന്റ് ഉൾപ്പെടുന്ന ഡയമീറ്റർ, അല്ലേ, ഇവ തമ്മിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഈ ചിത്രം ഒന്ന് നമ്മോട് നോട്ട് ബുക്കിൽ പകർത്തി വരയ്ക്കാൻ പറഞ്ഞു. എങ്ങനെ നമ്മൾ വരയ്ക്കും? ഇവിടെ നോക്കിയേ, ഒരു സർക്കിൾ ഉണ്ട് അല്ലേ, സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് നമുക്ക് 2 സെന്റിമീറ്റർ. അപ്പോൾ ഓക്കെ, നമുക്ക് 2 സെന്റിമീറ്റർ അളവിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും അല്ലേ, അത് ഓക്കെ. പിന്നെ നോക്കിയാൽ ഇവിടെ 25 ഡിഗ്രിയാണ്, ഇതിന്റെ നീളം നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇതെന്താണ് നമുക്ക് മനസ്സിലായി? ഇതൊരു ടാൻജന്റ് ആണ് അല്ലേ. നോക്കിയാൽ ഈ സർക്കിളിന്റെ ഒരൊറ്റ പോയിന്റിലൂടെ കടന്നു പോകുന്നു അല്ലേ, അപ്പോൾ ഇത് ടാൻജന്റ് ആണെന്ന് മനസ്സിലായി. പക്ഷേ നമുക്ക് ഇത് വരയ്ക്കണമെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ ഇത് നമുക്ക് 2 സെന്റിമീറ്ററിൽ നമ്മൾ സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, ഒക്കെ സമ്മതിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയാൽ ഇവിടെ നിന്ന് 25 ഡിഗ്രി എടുത്തു അല്ലേ. അപ്പോൾ 25 ഡിഗ്രി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആ 25 ഡിഗ്രി എടുക്കുമ്പോൾ എന്തായിരിക്കണം? കൃത്യമായിട്ട് ഈ പോയിന്റിലൂടെ കടന്നു പോകണം അല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിലേ പോകണമെന്നില്ല അല്ലേ, ചിലപ്പോൾ 2 ഭാഗത്ത് കട്ട് ചെയ്ത് പോകും സർക്കിളിൻ്റെ, അല്ലെങ്കിൽ കുറേ കൂടി നീങ്ങിയിട്ട് ചിലപ്പോൾ പുറത്തു കൂടി ആയിരിക്കും പോവാം. അപ്പോൾ ഇത് 25 ഡിഗ്രി ആവുകയും വേണം, ഇവിടെ ടച്ച് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മളത് എങ്ങനെ വരയ്ക്കും? അപ്പോൾ ഇവിടെയാണ് നാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ആവശ്യം വരാം. എന്താണ്? നാം ഇപ്പോൾ പഠിച്ചു ടാൻജന്റും അല്ലെ, അത് ഉൾപ്പെടുന്ന ഡയമീറ്റർ അല്ലെ, അല്ലെങ്കിൽ റേഡിയസ് അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. ഇത് നമ്മൾ പഠിച്ചില്ലേ, അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 25 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ, ഈ ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ ഇത് 25 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 65 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 65 ഡിഗ്രി. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും അല്ലേ. ആദ്യം എന്ത് ചെയ്യുക? ആദ്യം നമുക്കൊരു പണിക്കാം, ഒരു ലൈൻ ആദ്യം വരയ്ക്കാം. അതിൻ്റെ നീളം നമുക്കറിയില്ല, പക്ഷെ എന്ത് ചെയ്യുക? ഇവിടെ മുതൽ ഇവിടെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു, ഒരു നീളത്തിലൊരു ലൈൻ ആദ്യം വരയ്ക്കാം. അപ്പോൾ ഞാൻ നോക്കിയേ, ഈ ലൈൻ അങ്ങോട്ട് വരച്ചല്ലേ, കുറച്ച് നീളത്തിൽ അങ്ങോട്ട് വരച്ചു കൊടുത്തു. ഇനി നോക്കിയാൽ ഇവിടെ 65 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? 65 ഡിഗ്രി എടുത്തുമായിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ 65 അല്ലേ. അപ്പോൾ 65 ഇതേ പോയിന്റ് മാർക്ക് ചെയ്തു. ഇവ നമ്മൾ കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കുക. നമ്മൾ യോജിപ്പിച്ചെടുത്തു. ഇനി എത്രയാണ്? നമ്മുടെ റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ കുത്തി 2 സെന്റിമീറ്റർ ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ 2 സെന്റിമീറ്റർ എടുത്തു. 2 സെന്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്തു? ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചു അല്ലേ. ഇപ്പോൾ നോക്കിയാൽ ഈ പോയിന്റ് നമുക്ക് കിട്ടിയാലോ, ഈ പോയിന്റ് കിട്ടി അല്ലേ. ഇനി ഈ പോയിന്റ് എന്ത് വേണം? നമ്മൾ എന്ത് വേണം? ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ഒന്നുകിൽ എന്ത് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിക്കുക. ഏത് വേണമെങ്കിലും ഉപയോഗിച്ചാലും നമുക്കൊരു 90 ഡിഗ്രി എടുത്തിട്ട് ഈ 90 ഡിഗ്രി ഇങ്ങനെ സ്ട്രെയിറ്റ് അങ്ങോട്ട് കൊണ്ടുപോകാം. എവിടെ വെച്ചാണോ മുട്ടുന്നത് അതായിരിക്കും ഈ പോയിന്റ്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാന്ന് നോക്കിയാൽ ഇത് കറക്റ്റായിട്ട് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ ഇതിങ്ങനെ കൂട്ടി അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആംഗിൾ. എപ്പോഴും എത്ര ആയിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാരണം ഇത് നമ്മൾ എത്ര എടുത്തു? 65 എടുത്തു, ഇത് 90. അപ്പോൾ ഇതെന്തായാലും 25 ഡിഗ്രി വന്നു അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയറിന് പകരം പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക അല്ലേ. 90 ഡിഗ്രി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 165 2-3 ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അല്ലേ. ഇത് നമ്മൾ നോട്ട് ബുക്കിൽ പകർത്തി വരയ്ക്കണം. എന്താണ്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൻ്റെ ടാൻജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ലൈൻ ടാൻജന്റ്, ഇത് അതിൻ്റെ റേഡിയസ് അല്ലേ. ഇനി ടാൻജന്റ് പോയിന്റും ഈ വൃത്തത്തിൻ്റെ സർക്കിളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അങ്ങനെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ അളവ് 5 സെന്റിമീറ്റർ, ഇത് 2.5. ഇത്രയും അളവുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നാം എന്ത് ചെയ്യണം? നാം ഇത് വരയ്ക്കണം. ഇവിടെ നമുക്ക് സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ, 2.5 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ 2.5 ഒരു സർക്കിൾ അങ്ങോട്ട് ആദ്യം നമുക്കങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ റേഡിയസ് എത്ര? 2.5 അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം, ഇവിടെ 2.5 കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറെക്കുറെ അതേ രൂപത്തിൽ 2.5 നമുക്ക് റേഡിയസ് ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് എന്തറിയാം? ഒരു ആംഗിൾ നമുക്കറിയാം. ഏതാണ്? ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ഇവിടെ നിന്ന് ഈ ടാൻജന്റ് വരയ്ക്കുന്ന ഈ വര എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം, അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രി ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ ഇത് 90 ഡിഗ്രി ഇങ്ങനെ വരച്ചു അല്ലേ. കുറച്ചുകൊണ്ട് നീട്ടി വരച്ചോ. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാലോ
അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, നാം 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഈ ലൈൻ ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇവിടെ കുത്തിയിട്ട് ഇതേ കട്ട് ചെയ്യുന്നു. ഇവിടെ കട്ടായി അല്ലേ? അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടി അല്ലേ? 5 സെൻറ്റിമീറ്റർ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫിഗർ കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 5 സെൻറ്റിമീറ്റർ, ഈ നീളം 5 സെൻറ്റിമീറ്റർ, ഇവിടെ 2.5 അല്ലേ? ഇത് നമ്മുടെ ടാൻജൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വരയ്ക്കുന്ന രൂപം മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഇനി ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ളത് അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ നീളം റേഡിയസ് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഇത് മുതൽ ഇതുവരെയുള്ള നീളം 4 സെൻറ്റിമീറ്റർ, ഇവിടെ ടാൻജൻറ്റ് അല്ലേ ഇത്ര നീളം തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. ഇത് വെച്ചുകൊണ്ട് നാം ഈ ഫിഗർ നമ്മൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ആദ്യം നമുക്ക് നോക്കിയേ, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഈ 4 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആംഗിൾ എത്രയാണെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ എങ്ങനെ നമ്മൾ വരയ്ക്കാൻ നമുക്കൊരു പിടുത്തമില്ല അല്ലേ? അപ്പോൾ അതോടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് നോക്കിയാൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ലൈൻ അങ്ങോട്ട് ചെരിച്ച് ഏറെക്കുറെ ഇതേ ചെരിവിൽ ഈ ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ ലൈൻ അങ്ങോട്ട് ഒരു ഏറെക്കുറെ ചെരിവ് കണക്കാക്കിയിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു അല്ലേ? ഇനി നമുക്ക് ഈ ആംഗിൾ അറിയാലോ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 90 ഡിഗ്രി ആയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ കറക്റ്റ് 2 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്ററിൽ ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ആ വരയ്ക്കുന്നത് കൃത്യമായിട്ട് 2 സെൻറ്റിമീറ്റർ തന്നെ വരയ്ക്കാം. അപ്പോൾ ഞാൻ 2 സെൻറ്റിമീറ്റർ വരച്ചു അല്ലേ? അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇവിടെ കിട്ടി, ഈ പോയിന്റ് നമുക്ക് കിട്ടിയാലോ അല്ലേ? ഈ പോയിന്റ് കിട്ടി അല്ലേ? ഇനി നാം എന്ത് ചെയ്യണം? ഇത് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 4 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് എന്ത് ചെയ്യാം, കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ കട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് കോമ്പസിൽ ഇവിടെ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ ലൈനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഈ ലൈനെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ പോയിന്റ് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇത് തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടി യോജിപ്പിച്ചല്ലേ? ഇനി നോക്കിയേ, നമ്മുടെ സർക്കിൾ അല്ലേ, ഇതാണ് റേഡിയസ് അല്ലേ? ഇതാണ് റേഡിയസ്. അപ്പോൾ ഇത് റേഡിയസ് എടുത്തിട്ട് കൃത്യമായിട്ട് നമ്മളൊരു സർക്കിൾ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ അല്ലേ? ഇത് 2 സെൻറ്റിമീറ്റർ. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. പക്ഷെ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു രീതി തന്നെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.